ഹായ് ഓൾ. ബോൺലേക്ക് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മേഴ്സിഡസ് ആൻഡ് ബ്രൈസ് മോർഗൻ ഡയറക്ട് ചെയ്ത ഒരു ഇംഗ്ലീഷ് ഫിലിമാണ് ബോൺലേക്ക്. ഇതൊരു അമേരിക്കൻ ഇറോട്ടിക് ത്രില്ലർ മൂവിയാണ്. മാഡി ഹാസൻ, അലക്സ് റോ, ആന്ദ്ര നജിത, മാർക്കോ പിഗോസി തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. 2024 നടന്ന ഫെന്റാസ്റ്റിക് ഫെസ്റ്റിവലിൽ ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടന്നു. 2025 റിലീസായി. ഒരു കപ്പിൾസ് ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് ഒരു എൻജോയ്മെന്റിന് എന്ന രീതിയിൽ ടൂറൊക്കെ പോകും പോലെ വരികയാണ്. ആ വീടിനോട് ചേർന്ന് അതിന്റെ പുറകുവശത്തായിട്ട് ഒരു കുളമൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടൊക്കെയാണ്. അവർ ആ വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു കപ്പിൾസ് ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ രണ്ടാമത് വന്ന കപ്പിൾസ് ചോദിക്കുകയാണ്, ഞങ്ങളല്ലേ ഈ വീട് ബുക്ക് ചെയ്തിരുന്നത്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രണ്ട് കപ്പിൾസും പിന്നീട് ഒരുമിച്ച് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വാക്ക് തർക്കം വേണ്ട, നമുക്ക് ഒരുമിച്ച് ഈ വീട് ഷെയർ ചെയ്യാം, എന്തായാലും നല്ല വലിയ വീടല്ലേ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇത് ഷെയർ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ ഒരുമിച്ച് ആ വീട് ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ആ രണ്ട് കപ്പിൾസ് ഒരുമിച്ച് അവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. അവരിങ്ങനെ എൻജോയ്മെന്റ് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയോ തങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നു. എന്തൊക്കെയാണ് ആ ദുരൂഹതകളെന്ന് അറിയണമെങ്കിൽ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയണമെങ്കിൽ സിനിമ തന്നെ കാണണം. അഡൽട്ട് കണ്ടന്റ് ഒക്കെ നല്ല രീതിയിലുണ്ട്. ഫാമിലി കാണാൻ പറ്റിയ മൂവിയേ അല്ല. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം സിനിമ കാണാൻ. ഇതൊരു ഹൊറർ മൂവി ആയോ സൈക്കോളജിക്കൽ ത്രില്ലർ ആയോ ആ ഒരു മൈൻഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മൂവിയാണ്. സീരിയസ് മൈൻഡിൽ മാത്രം കാണാൻ പറ്റുന്ന മൂവിയാണ്. ഇതിൽ കോമഡി ഒന്നുമില്ല. സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. താല്പര്യമുള്ളവർ കാണുക. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതിന് ബൈ ബൈ.